ഗുജറാത്തിലെ മുൻ IPS ഓഫീസറായിരുന്ന സഞ്ജീവ് ഭട്ടിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. 1990-ലെ കസ്റ്റഡി മരണക്കേസിൽ ജീവപര്യന്തം തടവ് അത് റദ്ദാക്കണമെന്നും ജാമ്യം നൽകണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. പക്ഷേ സുപ്രീം കോടതി ആവശ്യം തള്ളുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയതു മുതൽ ഭരണകൂട വേട്ടയ്ക്കിരയായ വ്യക്തിയാണ് IPS ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട്. ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നിൽ നരേന്ദ്രമോദിയുടെ പങ്ക് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായ വ്യക്തിയാണ് സഞ്ജീവ് ഭട്ട്. അദ്ദേഹം ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഗുജറാത്തിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. 2011 സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഗുജറാത്ത് വംശഹത്യ അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അറിവോടുകൂടിയായിരുന്നു എന്നാണ്. അതിൽ കൃത്യമായ മറ്റു ചില കാര്യങ്ങൾ, യോഗം ചേർന്നതിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതും മറ്റു കാര്യങ്ങളുമൊക്കെ ആ സത്യവാങ്മൂലത്തിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സത്യവാങ്മൂലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. അന്നു മുതൽ തുടങ്ങിയ ഭരണകൂട വേട്ട സഞ്ജീവ് ഭട്ടിനെതിരെ ഇന്നും തുടരുകയാണ്. അജിംസ, സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴായി ഒരുപക്ഷെ ഔട്ട് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ടാകും. ഇന്ന് വീണ്ടും സഞ്ജീവ് ഭട്ട് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിന് കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായ ഭരണകൂട വേട്ട തന്നെയാണ്. അതിന് തുടക്കമായതും ഇന്നിപ്പോൾ എത്തിച്ചേർന്നതിനും പിന്നിലുള്ള കഥ എന്താണ്? ഈ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജീവ് ഭട്ടിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്ന കേസുകൾക്കെതിരാണ് ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിട്ടുള്ളത്, അല്ലാതെ വെറുതെ പിടിച്ചുകൊണ്ട് കാത്തിട്ടതല്ല. പക്ഷേ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മാത്രം ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് നമ്മളത് കൂടി നോക്കാം. 1990 അദ്ദേഹം 88 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്, ഗുജറാത്ത് കേഡർ. 2 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രം. അദ്ദേഹം ASP ആയിരിക്കുന്ന സമയത്ത്, ASP എന്നുള്ളൊരു IPS ഉദ്യോഗസ്ഥനെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളൊന്നാണ് ASP, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ്. അപ്പോൾ അയോധ്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഹർത്താലിനിടയിൽ VHP പ്രഖ്യാപിച്ചൊരു ഹർത്താലിനിടയിൽ കുറേ അധികം ആളെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വന്നു, കരുതൽ തടങ്കലിൽ. അപ്പോൾ അദ്ദേഹം അല്ല കസ്റ്റഡിയിൽ എടുക്കുന്നത്, അദ്ദേഹം അവിടുത്തെ ASP ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതോ സ്റ്റേഷനിൽ പോലീസുകാർ കൊണ്ടുവന്ന് കുറേ പേരെ കസ്റ്റഡിയിൽ വെച്ചു. പിറ്റേ ദിവസം വിട്ടയച്ചു. അവരെ ഹർത്താൽ കഴിഞ്ഞപ്പോൾ വിട്ടയച്ച ഒരാഴ്ച കഴിഞ്ഞ് കിഡ്നി ഫെയിലിയറിനെ തുടർന്ന് മരിച്ചു. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് കിഡ്നി രോഗിയായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനത്തിന് ശേഷമാണ് മരിച്ചത്. ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൊടുത്ത കേസിലാണ് ഇങ്ങനൊരു കേസുണ്ടാകുന്നത്. അതിൽ സഞ്ജീവ് ഭട്ട് അതിലില്ല. കാരണം സഞ്ജീവ് ഭട്ട് ആ സമയത്ത് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല, അയാൾ വേറെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കേസ് ഒരു നിലനിൽക്കുന്ന പരാതിയല്ല എന്ന് കണ്ടുകൊണ്ട് സഞ്ജീവ് ഭട്ട് ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തിരുന്നില്ല അന്നത്തെ സർക്കാർ. അന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ? ഈ 90 അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ചിമൻഭായ് പട്ടേലിൻ്റെ സർക്കാർ, അത് കോൺഗ്രസ് സർക്കാരായിരുന്നു. പിന്നീട് വന്ന ശങ്കർ സിംഗ് വഗേലയുടെ സർക്കാർ, അതിനുശേഷം വന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ സർക്കാരുകളൊന്നും ഇത് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി എടുത്തില്ല. കാരണം അദ്ദേഹം അതിൽ പങ്കാളിയല്ല എന്ന് സർക്കാരിന് അറിയാമല്ലോ. അത്രയും വലിയൊരു IPS ഉദ്യോഗസ്ഥനെതിരെ എന്തിനാണ് അതിൽ കേസെടുക്കേണ്ടതില്ല. പക്ഷേ 2011 ശേഷം 2011 ഇദ്ദേഹം വോക്കലായിട്ട് മോദി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. ഈ പറയുന്ന അതിനു മുമ്പ് അദ്ദേഹം SITക്ക് മൊഴി കൊടുക്കുന്നു. അതിനു മുമ്പ് നടന്ന നാനാവധി മേത്ത കമ്മീഷനിൽ അദ്ദേഹം മൊഴി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം ഒരു വോക്കൽ ക്രിട്ടിക്കായി മാറുകയാണ് മോദി സർക്കാരിൻ്റെ. അതിനുശേഷമാണ് ഈ കേസുകളെല്ലാം തലവെക്കി വരുന്നത്. ഇതിപ്പോൾ എത്ര വർഷം? 35 കൊല്ലം മുമ്പുള്ള കേസിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയത്. 35 വർഷം മുമ്പുള്ള കേസ്. അതിൽ വിധി പറയുന്നത് 2020 മറ്റോ ആണ്, 2019. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ജയിലിലാണ്. ഇനി മറ്റൊരു കേസുണ്ട്. 1995 പാലൻപൂർ ഒരു മയക്കുമരുന്ന് കേസാണ്. അതായത് രാജസ്ഥാൻ സ്വദേശിയായ ഒരു അഭിഭാഷകനെ കുരുക്കാൻ വേണ്ടി കുറേ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ ബോണറ്റിൽ ഡിക്കിയിൽ കഞ്ചാവ് വെച്ചു, മയക്കുമരുന്ന് വെച്ചു എന്നാണ് കേസ്. അതും അദ്ദേഹം ആ സമയത്ത് മറ്റൊരു ജില്ലയിൽ, ബഡസ്കന്ത എന്ന് പറഞ്ഞ ജില്ലയിൽ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. അപ്പോൾ ഏതോ പോലീസുകാർ ചെയ്തോ അത് വേറെ കാര്യം. അതിന് ആ ജില്ലയുടെ ജില്ലാ പോലീസ് മേധാവി കുറ്റക്കാരനാവുകയാണ്. ആ കേസിൽ അദ്ദേഹത്തെ 20 വർഷത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശിക്ഷ വിധിക്കുമ്പോൾ ഇവിടെ ജീവപര്യന്തമാണ്. ഈ ജീവപര്യന്തത്തിനൊപ്പം അനുഭവിച്ചാൽ മതിയെന്നാണ്. ഏത് കേസ്? അതായത് ഒരു പോലീസുകാരൻ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ASP ഒക്കെ പ്രതിയായി മാറുന്ന അവസ്ഥ. കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ ഒരു കേസിൽ വെറുതെ വിട്ടിരുന്നു. അത് 97 ഒരു കസ്റ്റഡി മർദ്ദന കേസാണ്. ആ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോൾ എല്ലാ കോടതികളും അന്യായമായി ശിക്ഷിക്കല്ലോ. ഒരു കേസിൽ വെറുതെ വിട്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ശിക്ഷിക്കാറുണ്ട്, ഇതൊക്കെ ശിക്ഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2011 ശേഷമാണ് ഈ 30 വർഷവും 35 വർഷവും മുമ്പുള്ള കേസുകൾ പൊങ്ങി വരുന്നത്. ആ പൊങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ടറിവുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ്.
അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാതിരിക്കാം, മിണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ മോദി സർക്കാരിന് കീഴിൽ ജയിലിൽ കഴിയുന്ന ആദ്യത്തെ IPS ഓഫീസർ അല്ല സഞ്ജീവ് ഭട്ട്. വേറൊരാൾ ജയിലിൽ കഴിഞ്ഞു, DG വൻസാര എന്ന് പറയും. DG വൻസാര മാത്രമല്ല, അതുകൊണ്ട് 40ഓളം പോലീസുകാരെ ഗുജറാത്തിലുള്ള പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു CBI. അതെന്തിനാണെന്നറിയോ? വ്യാജ ഏറ്റുമുട്ടൽ കേസ്. തുളസിറാം പ്രജാപതി, സൊറാബുദ്ദീൻ ഷെയ്ഖ്, കൗസർ ബാനു, പിന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട്, ഇഷ്റത് ജഹാൻ, ബോംബെയിൽ നിന്നൊരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് മലയാളിയായ ഒരാളോടൊപ്പം വെടിവെച്ചെന്ന കേസ്. ഇങ്ങനെ നിരവധി ഏറ്റുമുട്ടൽ കൊലകളുണ്ട്. ഇതിൽ ഒരു 40ഓളം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലിരുന്നു. ഈ DG വൻസാര ജയിലിൽ കിടന്നുകൊണ്ട് 2013 അദ്ദേഹം ജയിലിലിരുന്നുകൊണ്ട് രാജിവെച്ചു IPS നിന്ന്. രാജിവെച്ചുകൊണ്ട് അദ്ദേഹം അയച്ച ഒരു രാജിക്കത്ത് ഇപ്പോഴും ലഭ്യമാണ്, അതൊന്ന് വായിച്ചു പോകണം. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ഏറ്റുമുട്ടൽ കൊലപാതക കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട ആളാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ പോലീസുകാരെ ബലിയാടാക്കി, അമിത്ഷായ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ പോലീസുകാരെ ബലിയാടാക്കിയെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്തെഴുതിയിരുന്നു. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല ഈ കേസുകളിൽ, സർക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്, പിന്നെ എന്തിനാണ് ഞങ്ങളെ കുടുക്കിയതെന്നാണ് DG വൻസാര അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ സഞ്ജീവ് ഭട്ടിനെ പോലെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് സഞ്ജീവ് ഭട്ട്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ എന്തെങ്കിലും കൂടുതൽ വരുമ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് വെച്ചാൽ, സഞ്ജീവ് ഭട്ട് ഒരു IPS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ സുഖകരമായ ഒരു ഔദ്യോഗിക ജീവിതം സാധ്യമാവുമായിരുന്നു. ഭാര്യ, 2 മക്കൾ, അത്യാവശ്യം നല്ല ശമ്പളം, ഗുജറാത്ത് പോലൊരു സ്റ്റേറ്റിൽ സുഖമായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാം, അദ്ദേഹത്തിന് പെൻഷൻ പറ്റിയപ്പോൾ സുഖമായിട്ട് വീട്ടിൽ ജീവിക്കാം. പക്ഷേ എന്തായിരിക്കും അദ്ദേഹത്തെ ഈ ഒരു എന്താണ് പറയുക, ഒരു യുദ്ധത്തിന് പ്രേരിപ്പിച്ച ഘടകം? ആ യുദ്ധത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് തികഞ്ഞ രാജ്യസ്നേഹമാണ്, തികഞ്ഞ മതേതര ബോധമാണ്, തികഞ്ഞ ധാർമ്മികതയാണ്. ഈ 3 ഗുണങ്ങൾ അയാളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ. അതിൽ ശമ്പളം മേടിച്ച് വീട്ടിൽ പോയിരുന്നാൽ പോരെ, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും നല്ല പൊസിഷൻ ഇരുന്നാൽ നന്നായിട്ട് വീട്ടിലിരുന്നാൽ മതി. പക്ഷേ ഈ 3 ഗുണങ്ങൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ അയാൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്വേത ഭട്ട് 2012 ഗുജറാത്ത് ഇലക്ഷനിൽ മോദിക്കെതിരെ മത്സരിച്ചു. അതൊരു എന്താണ് ഒരു പൊളിറ്റിക്കൽ സിമ്പിളാണ്. മോദിക്കെതിരെ മത്സരിച്ച് ജയിക്കില്ല എന്നറിയാം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നത്. തോറ്റുപോയി, വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയി. തോക്കുമെന്ന് അറിഞ്ഞു തന്നെയാണ് മത്സരിക്കുന്നത്. കാരണം അവരുടെ ആ പോരാട്ടം എന്തായിരുന്നു? പോരാട്ടം ഈ ഗുജറാത്ത് കലാപത്തോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള അനീതികളോടുള്ള ഒരു പോരാട്ടത്തിൻ്റെ സിമ്പിളായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ സഞ്ജീവ് ഭട്ട് എന്ന വാക്കുച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് ഫാഷിസ്റ്റ് വിരുദ്ധ ഭരണകൂടത്തിനെതിരെ, മോദിക്കെതിരെ ഇന്ത്യയിൽ രാഷ്ട്രീയ സമരം നടത്തുന്നു എന്ന് നിരന്തരം പറയുന്ന രാഹുൽ ഗാന്ധി ആവട്ടെ, പ്രിയങ്ക ഗാന്ധി ആവട്ടെ, കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളാവട്ടെ, സഞ്ജീവ് ഭട്ട് എന്നൊരു വാക്കുച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നല്ല, ഗുജറാത്തിലെ 1-2 കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ദിഗ്വിജയ് സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആരെങ്കിലും ഇതൊരു കോൺഗ്രസ് തന്നെയോ സഞ്ജീവ് ഭട്ടിൻ്റെ ഈ പറയുന്ന തടവ് ജീവിതം ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞതോ ഉയർന്നതായിട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി പോലും ഈ നടപടികൾ വേഗത്തിലാക്കണം, അദ്ദേഹത്തിൻ്റെ ഹർജികളിൽ നടപടികൾ വേഗത്തിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതിനപ്പുറം അദ്ദേഹം തൻ്റെ ഈ ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് കേസുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് ജാമ്യവുമില്ല. അതേസമയം ഈ പറയുന്ന ആളുകൾ മുഴുവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഈ 40 പോലീസുകാരും ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നത് ഇദ്ദേഹം സ്ഥലത്തില്ലാതിരുന്ന ഏതോ ആൾക്കാർ ചെയ്ത കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ജയിലിട്ടിരിക്കുന്നത്. ഏറ്റുമുട്ടൽ കൊല നേരിട്ട് നടത്തിയ 40 പോലീസുകാരില്ലേ, അവരെല്ലാം ജാമ്യത്തിൽ ഇറങ്ങിപ്പോയല്ലോ, എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിക്കാത്തത്? അപ്പോൾ ഇതൊരു എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻകാർസറേഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു എന്താ പറയുക, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തടവ് ജീവിതമാണ് നമുക്ക് തോന്നും. മറ്റൊരു പൊളിറ്റിക്കൽ വെൻഡറ്റയാണെന്ന് മനസ്സിലാവുന്നത് 35 വർഷം മുമ്പുള്ള കേസിൽ നടപടികൾ തുടങ്ങുന്നത് 2011 ശേഷമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഞ്ജീവ് ഭട്ടിനെ പറ്റി നമ്മൾ നിരന്തരം സംസാരിക്കണമെന്ന് പറയാൻ കാരണം, അത്തരം പൗരബോധമുള്ള, അത്തരം ധാർമ്മികതയുള്ള, അത്തരം മതേതര ബോധമുള്ള ആളുകളെപ്പറ്റി നിരന്തരം സംസാരിക്കുമ്പോൾ മാത്രമേ അത് പുതിയ തലമുറയ്ക്ക് എന്തിനാണ് അദ്ദേഹം ജയിൽവാസം നടന്നതെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. എന്താണ് നമ്മുടെ രാജ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എത്തരം ആളുകളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന മൂല്യബോധത്തിലുണ്ടാകുന്ന കുറവ് എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാവണമെങ്കിൽ സഞ്ജീവ് ഭട്ടിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നിഷാദ്, നിരന്തരം ഭരണകൂട വേട്ടയ്ക്ക് ഇരയാകപ്പെടുന്നു, ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് കോടതിയിൽ നിന്ന് പോലും നീതി നിഷേധിക്കപ്പെടുകയാണോ?
അല്ല, കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകളും കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിവരങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കോടതി എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ കീറി മുറിക്കാമെന്ന ചോദ്യം അവിടെയുണ്ട്. പക്ഷേ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ കോടതി വളരെ നീതിയുക്തവും ലോജിക്കലുമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഉയർത്തിക്കൊണ്ട് മാത്രമേ ഈ കേസിൽ തീരുമാനമെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. അയാൾക്ക് ജാമ്യം പോലും നിഷേധിക്കുന്നു, ഈ കേസ് റീഓപ്പൺ ചെയ്യണമെന്നുള്ള ആവശ്യം നിഷേധിക്കുന്നു, അയാളുടെ ജീവപര്യന്തം തടവ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം നിഷേധിക്കുന്നു. എന്നു മാത്രവുമല്ല, അയാളുടെ എന്താ പറയുക, നൈതികമായ ചില ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒന്നിലധികം തവണ കോടതിയെ സമീപിച്ചതിന് 3 ലക്ഷം രൂപ പിഴയിട്ടു. നിയമത്തിൻ്റെ സാധ്യതകളെ പരിധിയിൽ കവിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു, കോടതിയെ പരിധിയിൽ കവിഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ് ഒരു തവണ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ പിഴയിട്ടു നിരന്തരമായി കോടതിയിൽ വരുന്നതിന്. അപ്പോൾ അയാൾ നീതി തേടി എവിടെയാണ് പോകുന്നത്? താൻ നിരന്തരമായി നിഷേധിക്കപ്പെടുന്നു, തൻ്റെ നീതിയും അവകാശവും തോന്നുമ്പോൾ അയാൾ കോടതിയെ സമീപിക്കുന്നു, കോടതി അയാൾക്ക് ഇതിൽ എന്താ പറയുക പിഴയിടുകയാണ്. എന്നിട്ട് ഇപ്പം നോക്കൂ, ഈ ജാമ്യം നൽകണമെന്ന ആവശ്യം പോലും നിഷേധിക്കുന്നു. കോടതി ആലോചിക്കണ്ടേ? ഇപ്പോൾ 2024 വരെയുള്ള സമീപകാലത്തെ കണക്കെടുത്ത 180 പേര് ഗുജറാത്തിൽ കസ്റ്റോഡിയൽ ഡെത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. കസ്റ്റോഡിയൽ ഡെത്ത് കേസുകൾ അവിടെയുണ്ട്. 179 കേസിലെ ആളുകൾക്ക് കർശന ശിക്ഷയില്ല. ഒറ്റ ഒരാൾക്കേ ഉള്ളൂ ശിക്ഷ, കർശന ശിക്ഷ, ജീവപര്യന്തം തടവ്. നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത ഒരു ക്രൈമാണെന്ന് ഓർക്കണം. അതാലോചിക്കട്ടെ കോടതി. ബാക്കി 179 കേസിലെ ആളുകൾ എങ്ങനെയാണ് വെറുതെ വിടപ്പെട്ടത്? ബാക്കി എല്ലാ കേസിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരായ ആളുകൾ സംരക്ഷിക്കപ്പെട്ടല്ലോ. ഇതിൽ മാത്രം ഒരാൾ കുടുങ്ങുകയാണ്. 30 വർഷം മുമ്പുള്ള കേസ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വംശഹത്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മാത്രം ഉയർന്നു വന്നത് എങ്ങനെയാണ്? ഇതിനു മുമ്പ് അയാളെ ഒരു കേസിൽ കസ്റ്റഡിയിൽ ഡെത്തിൻ്റെ കേസിൽ അയാളെ വെറുതെ വിടുന്നുണ്ടല്ലോ. അപ്പോൾ അയാൾ എന്താ പറയുന്നത്, എല്ലാ കേസിലും കുഴപ്പക്കാരനും കണ്ണി കണ്ടവരൊക്കെ തല്ലിക്കൊല്ലുന്ന ആളാണെന്ന് അല്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ വിട്ട കേസുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിയമപരമായും യുക്തിസഹമായും ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ കോടതി പോലും ചോദിക്കുന്നില്ല. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ടീസ്റ്റ സത്തൽവാദിനെ കോടതി ശാസിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇരകളെ കൊണ്ട് അനാവശ്യമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു കോടതി, പിഴയെടുക്കാനും. അതാണ് അത്തരം അനുഭവങ്ങൾ കൂടി നമുക്ക് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കോടതിയിലുണ്ട് എന്നത് ഓർക്കണം. അപ്പോൾ കോടതി അതിനെ സമീപിക്കുന്നതിനകത്ത് നമുക്ക് വൈചിത്ര്യങ്ങളുണ്ട്, അത്ഭുതമുണ്ട് എന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്, നിരാശയുണ്ട് എന്നത് കാണണം. ഇനിയിപ്പോൾ അപ്പീൽ നടക്കുകയാണ്. അപ്പീലിന്മേൽ എന്ത് തീരുമാനമാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മളൊരു കവിത കേട്ടിട്ടില്ലേ, അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമുന്തി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി എന്ന് പറഞ്ഞ പോലെ സുഖകരമായ ജീവിതം നയിക്കാൻ കഴിയുമായിരുന്ന ഒരാൾ ഗുജറാത്തിലെ വംശഹത്യയിൽ മരിച്ചുപോയ മനുഷ്യരുടെ, നിലവിളിച്ച കുഞ്ഞുങ്ങളുടെ, വയറുകീറിയ സ്ത്രീകളുടെ, അല്ലെങ്കിൽ പച്ചയ്ക്ക് ചുട്ടരിക്കപ്പെട്ട മനുഷ്യരുടെ വിലാപം കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും ഒരിക്കലും പോകാത്ത, അതുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യരുണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരല്ലേ. ആ നീതിബോധം അയാളെ കൊണ്ട് സംസാരിപ്പിച്ചു. ഒരു പക്ഷേ അയാളെ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടും അയാൾക്കറിയാത്തല്ലോ, അയാൾ പോലീസിൽ ജോലി ചെയ്തല്ലേ. സർക്കാരിനെതിരെ നീങ്ങി എന്തായിരിക്കും സംഭവിക്കുക? ഞാനൊക്കെ ഉള്ള മറ്റെല്ലാം എത്രയോ പല ഉദ്യോഗസ്ഥരുടെയും പേര് പറഞ്ഞു, അവരൊക്കെ ജയിലിൽ പോയി കിടക്കുകയാണ്. ഞാനും കിടക്കുമെന്നൊക്കെ അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ലല്ലോ. പക്ഷേ അയാളെപ്പോലുള്ള ആളുകളാണ് ഇന്ത്യയിൽ നമുക്കിപ്പോഴും മുന്നോട്ട് പോകാനും ഉറക്കെ സംസാരിക്കാനും നീതിയെക്കുറിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള ആത്മവീര്യം നൽകുന്ന മനുഷ്യർ. കാരണം എന്താണ്, എല്ലാം നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴും ചില ആൾക്കാരുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്, സഹജീവിയെ സ്നേഹിക്കുന്നവരുണ്ട്, നീതി നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു ഐഡിയ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഐഡിയ വേറെ തന്നെയാണ്, ഇപ്പോൾ കാണുന്നതല്ല. അപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന കുറേ അധികം മനുഷ്യന്മാർ. അവരിലാണ് ഹോപ്പ്. ഇപ്പോൾ നിർഭാഗ്യകരം ജയിലിലാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പുറത്തു വരുന്ന കാലം സ്വപ്നം കാണുന്ന മനുഷ്യരുടെ എണ്ണം വലുതാവട്ടെ എന്ന് പറയാം. യെസ്, എന്തായാലും സഞ്ജീവ് ഭട്ടിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ കരിയർ എന്നൊക്കെ വെച്ച് നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം സംഘപരിവാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുകയാണ് ചെയ്തത്. ആ പോരാട്ടം അദ്ദേഹത്തെ ഇനി എത്ര വർഷം ജയിലിലിടേണ്ടി വന്നാലും ജയിലിലിട്ടാലും അത് ആളുകൾ ചർച്ച ചെയ്യുമെന്നതിൽ സംശയമില്ല.